അപ്പോൾ ഈ 119 ആൾക്കാരെ യൂട്യൂബിൻ്റെ ഹാൻഡിൽ നെയിമും അതേപോലെ ഇൻസ്റ്റാഗ്രാം ID നെയിമും ടൈപ്പ് ചെയ്തിട്ടാണ് അയച്ചാൽ DTP പ്രിന്റ് എടുത്തിട്ട് അത് റോളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ആർക്കാണ് ഇത് ഗിഫ്റ്റ് കിട്ടാന്നല്ല നോക്കാം. കയ്യാനോ ഒന്നെടുക്ക്, മറ്റേ നോക്കട്ടെ. ആ നജി തോന്നുന്നു. ഹായ്, നമസ്കാരം. ഫാസിലാണ്. അതെ, നിങ്ങൾ തമ്മിലയിൽ കണ്ട പോലെ തന്നെ നമ്മളെ ഗിവ് അവേൻ്റെ നറുക്കെടുപ്പാണ് കേട്ടോ അന്ന്. അപ്പോൾ നറുക്കെടുപ്പ് ആർക്കാണ് ആ ഭാഗ്യശാലി എന്നുള്ള നമ്മൾ നോക്കാം. 2 ആൾക്കാർക്കാണ് വരിക. അയച്ച 10,000 റുപ്യേൻ്റെ പ്ലാൻസ്, ഒരാൾക്ക് 5000 വെച്ചിട്ട് 2 ആൾക്കാർക്കായ പ്ലാൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, യെസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത അത്ര ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 119 ആൾക്കാർ മാത്രമേ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ആൾക്കാരെ മാത്രമേ ഈ നറുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതേപോലെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ട് ഇട്ടിരുന്നു. കാരണം യൂട്യൂബിൽ അധികം ആൾക്കാരെ ഹാൻഡിൽ നെയിം വരില്ലെന്ന് പറഞ്ഞാൽ അവരെ മെയിൽ ID-ൻ്റെ നെയിമായിരിക്കും വരിക. പക്ഷേ ഇൻസ്റ്റാഗ്രാം അങ്ങനെയല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകളായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരാളാണെന്നുള്ള നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജിൽ അവരുടെ യൂട്യൂബിൻ്റെ ഹാൻഡിൽ നെയിം കൊടുക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഗിവ് അവേ വീഡിയോയിൽ കമൻറ്റിൽ വന്നിട്ട് യൂട്യൂബിൻ്റെ ഹാൻഡിൽ നെയിം തരാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കാരണം എൻ്റെ വീഡിയോ കാണുന്ന കൂടുതലും പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവരെ വീട്ടിലുള്ള മക്കളതോ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ജസ്റ്റ് മെസ്സേജ് ആയിട്ട് മറ്റേ അവരെ യൂട്യൂബിൻ്റെ ഹാൻഡിൽ നെയിം മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഞാൻ ഇതിൽ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 119 ആൾക്കാരാണ് ഇതൊക്കെ ഏകദേശം ഒരു കറക്റ്റ് ആക്കിയത്. മറ്റേത് ഹൈപ്പ് ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് ആരാന്നുള്ള നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ലൈക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 119 ആളിൽ ആരാണ് ആ 2 ഭാഗ്യശാലി എന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ ഈ 119 ആൾക്കാരെ യൂട്യൂബിൻ്റെ ഹാൻഡിൽ നെയിമും അതേപോലെ ഇൻസ്റ്റാഗ്രാം ID നെയിമും ടൈപ്പ് ചെയ്തിട്ടാണ് അയച്ചാൽ DTP പ്രിന്റ് എടുത്തിട്ട് അത് റോളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 10,000 റുപ്യേൻ്റെ ഗിഫ്റ്റ് നമുക്ക് 2 ആൾക്കാരെന്നുള്ള പറഞ്ഞിരുന്നു. അയച്ച ഒരാൾക്ക് 5000 റുപ്യേൻ്റെ ഗിഫ്റ്റും അതേപോലെ ഒരാൾക്ക് 5000 റുപ്യേൻ്റെ ഗിഫ്റ്റും അയച്ച അവർക്ക് ഇഷ്ടപ്പെട്ട നഴ്സറിയിൽ നിന്ന് അവർക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ നറുക്ക് നമുക്ക് കയ്യാനാണ് എടുക്കുന്നത്, എൻ്റെ 2ാമത്തെ മകനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം ആർക്കാണ് ഇത് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് നോക്കാം. കയ്യാനോ ഒന്നെടുക്ക്, മറ്റേ നോക്കട്ടെ. ആ നജി തോന്നുന്നു. അത് വായിക്കാൻ അറിയാം. നോക്ക് ആരാന്നുള്ളത് നോക്ക്, പേര് നോക്ക്. കയാനോ, കയാനോ വരാ. റഷ പൂക്കാട്ടിൽ ഇൻസ്റ്റാഗ്രാം ID റഷ റുപ്സ. ഇതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അത് കാണുന്നില്ലേ? ഇനി 2ാമത്തെ വിന്നർ ആരാന്നുള്ള നമുക്ക് നോക്കാം. അപ്പൊ അത് എടുക്കുന്നത് എന്റെ മൂത്ത മോനാണ്, കൈസാണ്. കൈസ എടുക്കടാ, ആർക്കാന്നുള്ള നോക്കാം. എന്താണ് അറിയില്ല. DF വേൾഡ് @DF വേൾഡ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ID ഫാസി. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് @റഷ പൂക്കാട്ടിൽ, 2ാമത്തത് @DF വേൾഡ്. അപ്പോൾ ഇവർ 2 ആളും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വീഡിയോയിൽ കമൻറ്റിൽ വന്നിട്ട് അത് അവരാണെന്നുള്ളത് പ്രൂഫ് ചെയ്യണം. കാരണം അവരുടെ ID-യിൽ തന്നെ അവരൊരു കമൻറ്റ് ഇടണം. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വാട്സാപ്പ് ലിങ്ക് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. ചാനൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി നമ്പർ പറയാം, 9495042734. ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ അതിൽ വന്നിട്ട് അവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ പ്ലാന്റ്സ് തന്നെ എടുക്കണമെന്നില്ല, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനങ്ങളും അവർക്ക് 5000 റുപ്യേൻ്റെ അവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ പേയ്മെൻറ്റ് അവർക്കോ അല്ലെങ്കിൽ ആ നഴ്സറിക്കാർക്കോ ഞാൻ GPay ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. കാരണം നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഇപ്പോൾ 23K കഴിഞ്ഞ് 24Kയിലേക്ക് അടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ ഗിവ് അവേ വീഡിയോ ചെയ്തപ്പോഴും അതിലും കൂടുതൽ എന്നെ സബ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അതിൽ കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അയച്ച പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കണം തന്നെയാണ് എൻ്റെ ആശ. പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, കാരണം അതിനുള്ള ഫിനാൻസ് ഒന്നും എനിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. കാരണം നമ്മൾ എനിക്കിഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കാന്നുള്ള രീതിയല്ലല്ലോ, നമ്മളെല്ലാവരും എനിക്കിഷ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗിവ് അവേ വെച്ചല്ല. അത് ഇതുകൊണ്ട് എനിക്ക് വേറൊരു ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അയച്ചാൽ ആ ഗിവ് അവേ വീഡിയോൻ്റെ വ്യൂ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഈ സപ്പോർട്ട് ചെയ്തവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ഒക്കെ പറയാനുള്ള കാരണം ഇപ്പോൾ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ എൻ്റെ ഒരു
വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും കൃഷിനോട് അത്രക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആർക്ക് പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ അത് സൂക്ഷിക്കും എന്നുള്ളത് എനിക്കറിയാം. കാരണം അതിൻ്റെ പരിചരണം കറക്റ്റായിട്ട് അവർ കൊടുക്കുന്നുള്ളതും എനിക്ക് നല്ല രീതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, കാരണം ഇങ്ങനെ കിട്ടിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. വേറെ രീതിയിലൊക്കെ ആയിട്ട് ഞാൻ ഗിവ് അവേ കൊണ്ടുവരുന്നുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ലെയർ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഓരോരുത്തർക്കായിട്ട് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ പ്ലാൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തിട്ട് അവർക്ക് കൊറിയർ അയച്ച് കൊടുക്കുന്നതുമാണ് കേട്ടോ. അല്ലാതെ ഞാൻ സെയിൽ ചെയ്യാറില്ല. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, പ്ലാൻസ് സെയിൽ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെ പരിചയമുള്ളവർ ചോദിക്കുമ്പോൾ എനിക്ക് ഗ്യാപ്പുള്ള ടൈമിൽ ലെയർ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് ഒരിക്കൽ കൂടി താങ്ക്